എന്ത് പറയും ഞാൻ അവളോട്? അരുതെന്ന് പറയാൻ പറ്റുമോ? അവള് സ്നേഹിച്ചാണ് അവനെ. ഞാനും അത് തകർത്തത്. സ്വർഗം എന്ന് കരുതി കൊടുത്തത് നരകം. അന്നത് അവൾ കുട്ടും ചേരുമെന്ന് എനിക്ക് തോന്നിയില്ല. കറുത്തവൻ, പണമില്ലാത്തവൻ, അന്യജാതിക്കാരൻ. എങ്ങനെ ഇങ്ങനെ ഒരുത്തനെ എന്റെ കുട്ടി ഇഷ്ടപ്പെട്ടു ഞാൻ അതിശയിച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്കറിയാം, സ്നേഹം ഒരു ചേർച്ചക്കുറവ് നോക്കാറില്ല. അല്ലെങ്കിൽ കുട്ടി എങ്ങനെ എന്നെ... മതി, മനസ്സിലാവുന്നുണ്ട്. നമ്മൾ തമ്മിൽ ഒരു ചേർച്ചക്കുറവുമില്ല. എന്റെ അച്ഛൻ മില്യനറാ. പക്ഷേ ആ അച്ഛൻ എനിക്ക് അന്യനാ, ആൻ ഔട്ട്സൈഡർ. അച്ഛൻ എന്നെക്കാൾ വലുത് അച്ഛന്റെ രഹസ്യക്കാരി മകളുവാ. എന്റെ അമ്മയെ കൊന്നതാ. വേദനിപ്പിച്ച് മെന്റൽ ടോർച്ചർ. അച്ഛന്റെ ഒരു ഉറുപ്പ്യ പോലും എനിക്ക് വേണ്ട. അപ്പോ ഐ എം എ പൂർ ഗേൾ, ദാരിദ്ര്യവാസി. എന്നെക്കാൾ റിച്ചാ നമ്മള്. പിന്നെ സൗന്ദര്യം. ജവാൻ സാബ് സുന്ദരനല്ലെന്ന് ആരാ പറയാ? ചേർച്ചക്കുറവെന്ന് മറ്റുള്ളവർക്ക് തോന്നാ പ്രായാണ്. പക്ഷേ എനിക്കിഷ്ടം അതാണെങ്കിലോ? എനിക്ക് വേണ്ടത് സുന്ദരവിധിയായ ഒരു പയ്യൻ ഹസ്ബൻഡിനെയല്ല. ഒരച്ഛന്റെ വാത്സല്യം, ഒരു ഏട്ടന്റെ കമ്പാനിയൻഷിപ്പ്, ഒരു ഭർത്താവിന്റെ സെക്യൂരിറ്റി, ഒരു കാമുകന്റെ ഫൂളിഷ്നെസ്, എല്ലാം തികഞ്ഞ് ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളൂ. മൈ ബിലവഡ് ജവാൻ സാബ്. കുട്ടി ഈ പറയണമെന്ന് ആർക്കും മനസ്സിലാവില്ല. കുട്ടി ഇതൊന്ന് നിർത്തും ആദ്യം. എന്നെ പറഞ്ഞു കുട്ടിയാക്കാതെ പേര് വിളിച്ചൂടെ? എന്നാ അമ്മുന്തോന്ന് വിളിക്കാം. ഓ യെസ്. അമ്മുന്തോന് ഈ എതിർപ്പുകളെ പേടിയില്ലേ? ആരെതിർക്കാൻ? ഞാൻ മരിക്കാൻ കിടക്കുമ്പോ പോലും ഒന്ന് വരാൻ കഴിയാത്ത അച്ഛനോ, അല്ലെങ്കിൽ എന്നെ കല്യാണം കഴിക്കാൻ കച്ച കിട്ടിയിരിക്കുന്ന രാംമോഹൻ സാറോ? മോഹനേട്ട് സർജറി പാസ്സായാൽ അമേരിക്കയ്ക്ക് പോകാനുള്ള ഗ്രീൻ കാർഡ് മാത്രമാണ് ഞാൻ. പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയുണ്ട്. അവർക്കെന്നെ മനസ്സിലാകും. എന്തോ എനിക്കിപ്പോഴും ധൈര്യം വരില്ല. ഒരു ALS ജപിച്ച് കിട്ടിയാ മതി. പട്ടാളത്തിൽ തന്നെ ആയിരുന്നില്ലേ നമുക്ക് ജോലി? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇതൊരു വലിയ രാക്ഷസന്മാരുടെ പാളയം. എന്നെ അതിനുള്ളിൽ തടവിലിട്ടിരിക്കുകയാണ് അവര്. ഒരു മന്ത്രികുമാരനെ പോലെ വന്ന് എന്നെ രക്ഷിച്ചു കൊണ്ടുള്ള ധൈര്യമുണ്ട് ജവാൻ സാബിന്? എങ്കിലൊന്ന് കൊണ്ടുപോയി കാണട്ടെ. പിന്നെ എപ്പോഴാ? സുമയുടെ കാര്യം കഴിഞ്ഞോട്ടെ. അതിനിപ്പോ ജോസ് റെഡിയല്ലേ? അല്ല, അത് സ്വന്തം കാര്യങ്ങൾ വരുമ്പോ ഉച്ചനീചത്വം വിടാൻ പറ്റില്ലേ അല്ലേ? എല്ലാവർക്കും ഒരു ചീത്തപ്പേരുണ്ടാക്കിയിട്ട്. ചീത്തപ്പേരോ? സ്നേഹിക്കുന്ന ആളെ കല്യാണം കഴിക്കണല്ലേ എന്താ ചീത്തപ്പേര്? കുട്ടിയത് അമേരിക്കയല്ല. നാട്ടുകാരും ബന്ധുക്കളൊക്കെ പേടിക്കണ്ടേ? ആരും സമ്മതിക്കില്ല. അമേരിക്ക ആയാലും യൂറോപ്പ് ആയാലും ഒറ്റപ്പാലായാലും മനുഷ്യന്മാര് തന്നെയല്ലേ? നാട്ടുകാരോടും ബന്ധുക്കളോടും പോവാൻ പറ. ജവാൻ സാബ് സമ്മതിക്കുവോ? എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല. എന്നാ കയ്യും തരൂ. താ. ഗുഡ് ബോയ്. എന്താ കോളേജിൽ പോകില്ല നീ? ദാ വരണം മുത്തശ്ശാ. തോന്നേണ്ടതാണ്. തോന്നട്ടെ. കാര്യം കുറെ കൂടി എളുപ്പമാവും. ഒരു ഓപ്പണിംഗ് കിട്ടില്ലേ? ഞാൻ ഇവിടെ ഒരു വീട്ടിൽ കംപ്ലൈന്റ് ഉണ്ടായിരുന്നേ. ഞാൻ പോണ വഴിയിലെ വീടുകളിലാണല്ലോ എപ്പോഴും കംപ്ലൈൻസ്. ഞാനൊരു ശല്യത്തിനും വരുന്നില്ലല്ലോ. പിന്നെ വല്ലപ്പോഴും ഒരിക്കൽ ഇങ്ങനെ കാണാനുള്ള അവസരം അതും കൂടി നൽകരുത്. കള്ളിപ്പ തീരെയില്ലല്ലോ. അമ്മയാണ് സത്യം. ഇല്ല, പറഞ്ഞാൽ ആ വാക്ക് തിരിച്ച് നടക്കൂല. വിശ്വാസമില്ലെങ്കിൽ അമ്മയെ കാണുമ്പോ ചോദിച്ചു നോക്കിയോളൂ. ഒരു കാര്യം കൂടി പറഞ്ഞാ അനുസരിക്കോ? സംശയം വേണ്ട, അനുസരിക്കാം. ജോസ് ഒരു പെണ്ണേട്ടി സന്തോഷമായിട്ട് കഴിയണത് കാണണമെന്നുണ്ട്. എന്താ മിണ്ടാത്തെ? ഇത്രയും ക്രൂരത എന്നോട് വേണോ? അത് വേണം. ജോസിന്റെ അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? വേറെ എന്തും പറഞ്ഞോളൂ, ഒന്നും ആലോചിക്കാതെ അനുസരിക്കാം. പക്ഷേ ഇത് ക്ഷമിക്കണം. ഇതിൽ കൂടുതൽ എന്നെ വിഷമിപ്പിക്കരുത്. ഇനിയിങ്ങനെ വഴിവെക്കൽ പോലെ നിന്ന് കാണാണ്ടിരിക്കാം. വന്നോ? മുത്തശ്ശൻ കിടന്നു. സൂക്ഷിക്കണേ, എനിക്കാവും കുറ്റം. നീ അറിഞ്ഞിട്ടില്ല പോരെ? വൈകരുത്, ഞാൻ അടുക്കളയിലുണ്ടാവും. എന്താ പറയാനുള്ളതെന്ന് വെച്ചാ വേഗം പറയാം. എനിക്ക് പോണം. എന്തിനെങ്ങനെ പേടിക്കണേ? പേടിയുണ്ട്, എനിക്കൊന്നും പരിചയമില്ലേ. എനിക്ക് ഡെയിലി ഇത് തന്നെ ജോലി.
ഒരു കാമുകൻ അഡ്വഞ്ചറസ് ആയിരിക്കണം. ഹൈവേമാൻ എന്നൊരു കവിതയുണ്ട് ഇംഗ്ലീഷില്. കൊള്ളക്കാരനായ കാമുകൻ എന്നും രാത്രി കുതിരപ്പുറത്ത് ഇങ്ങനെ വരും. കാമുകയായ പ്രഭുകുമാരി അവളുടെ സ്വർണ്ണ തലമുടി ജനാലിലൂടെ താഴേക്ക് നീട്ടിയിട്ട് കൊടുക്കും. എന്നാ പിന്നെ അങ്ങനെ തന്നെ ഒരു കുതിര വാങ്ങിക്കളയാം. പക്ഷേ സ്വർണ്ണത്തലും കൂടി വേണം. എനിക്കിപ്പോ കാണാതിരിക്കാൻ പറ്റണില്ല. എനിക്കും അങ്ങനെയൊക്കെ തന്നെയാ. പക്ഷേ പറ്റണ്ടേ? മേനോസാറിന് സംശയം പറഞ്ഞപ്പോ പിന്നെ ഈ പരിസരത്തൂടെ വരാൻ മടിയാ. ചിലപ്പോ അച്ഛൻ വരും. ഏ? ഇന്ന് മുത്തച്ഛൻ പറഞ്ഞതാ. അതാ രാത്രി തന്നെ കാണണമെന്ന് രാധയെ പറഞ്ഞു വിട്ടത്. അപ്പോ എല്ലാം മേനോസാർ അറിഞ്ഞല്ലേ? എന്നോടൊന്നും ഇന്നുവരെ ചോദിച്ചിട്ടില്ല. പക്ഷെ അറിയാം. നിങ്ങളുടെ ഏടത്തി മുത്തശ്ശിയോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തെന്ന് രാധ പറഞ്ഞു. ഏടത്തിക്ക് അറിയോ? അത് ഒരബദ്ധം പറ്റിപ്പോയി. സാരില്ല, എല്ലാവരും അറിയട്ടെ. അപ്പൊ ഞാൻ പറയണ എന്താന്ന് വെച്ചാൽ സംഗതി സീരിയസ് ആവുക. എനിക്ക് ഒരാളെ പേടിയുള്ളൂ, ജവാൻ സാബിനെ. അച്ഛനെയും മുത്തച്ഛനെയും കാണുമ്പോ കവാത്ത് മറക്കരുത്. എന്താ മിണ്ടാത്തെ? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഒറ്റ പ്രശ്നമുള്ളൂ സുമ. അതൊരു പ്രശ്നമാവില്ല, അത് ഞാൻ ഏറ്റു. പിന്നെന്തെങ്കിലും ഉണ്ടോ? എല്ലാവരും എന്നെ ചീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. എനിക്കതാ പേടി. ശരിക്കും എന്നോട് സ്നേഹമുണ്ടോ നിങ്ങൾക്ക്? എന്ത് ചോദ്യം ഇത്? ഇതുപോലെ ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല. എന്നെ എന്നെ വിട്ടുകളയൂ. ഇല്ല, ഒരിക്കലും ഇല്ല. ഇനിയും ചീറ്റഡായാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. സുധാകരൻ നായരെ, തൃപ്തിയായിടോ? വളരെ നന്ദിയുണ്ട് സാർ. മിണ്ടി പോരുത്, ഒന്ന് കുഴിച്ചു മൂടി. ഞങ്ങള് മനസ്സിലാക്കിക്കോ. വീഴ്ച കണ്ട കടന്ന് പോടാ അതിന്റെ മോനെ. ഞാൻ അന്നേ പറഞ്ഞതാ ഇത് പുലിവാലാകും പുലിവാലാകും. കേട്ടില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്കറിയില്ല, വരും പോലെ വരട്ടെ. അറിയില്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പാല് തന്ന കയ്യിൽ കുത്തിയപോലായില്ലേ ഇത്? ഗോപാലേട്ടൻ എനിക്ക് വേണ്ടിയാണ് അവർക്ക് വേണ്ടിയാണോ സംസാരിക്കുന്നത്? പാല് തന്ന കൈയായാലും വേണ്ടില്ല, വിഷം തന്ന കൈയായാലും വേണ്ടില്ല. എനിക്ക് അവിടെ നഷ്ടപ്പെടാൻ വയ്യ. എന്നാ പിന്നെ ആലോചിക്കാൻ എന്താ ഉള്ളത്? കുട്ടിക്ക് 18 വയസ്സ് കഴിഞ്ഞല്ലേ? വിളിച്ചോണ്ട് വരിക, രജിസ്റ്റർ ചെയ്യുക. സുമ ഇങ്ങനെ നിൽക്കുമ്പോ എങ്ങനെ ചെയ്യും ഞാനത്? ഇതെല്ലാം കൂടെ ഒന്നിച്ച് നടക്കണമെന്ന് പറഞ്ഞ ആദ്യം വേണ്ടത് ആദ്യം. സുമയുടെ കാര്യം ഞാൻ 1-2 ആളോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പറ്റിപ്പോയൊരു തെറ്റ് തിരുത്തിയാലെന്ന് ഞാനിപ്പോ ആലോചിക്കണേ. എന്താ? ജോസ് ഒരിക്കൽ ഞാൻ ജോസിനെ മോഹിച്ചിരുന്നു. അന്നായിരുന്നെന്ന് പറഞ്ഞ് തടകെട്ടി നിർത്തി ഒരു പാഴ് നിലത്തേക്ക് തിരിച്ചു വിട്ടു. ഇപ്പൊ വീണ്ടും ജോസ്. എനിക്ക് വേണ്ട. ഞാൻ എന്റെ മോൾ മതി എനിക്ക്. അയാൾ ഇന്നും കാത്തിരിക്കുക. അത് അയാളുടെ വിധി. കുട്ടിയോട് എനിക്കൊരു അപേക്ഷയുള്ളൂ. എന്റെ ഏട്ടനൊരു പാവ. കുട്ടിയെ ജീവനാണെന്ന് എനിക്കറിയാം. ഞാനൊരു തടസ്സമല്ല. അത് ഏട്ടന് പറഞ്ഞ് മനസ്സിലാക്കുക. ജോസിന്റെ വിധി എന്റെ ഏട്ടനുണ്ടാവരുത്. എന്താ? ഹേയ്, ഒന്നുമില്ല ഏട്ടാ. ഈ കുട്ടി ആകെ പേടിച്ചിരിക്കുക. എന്തിന്? ആവോ, ചോദിച്ചു നോക്ക്. ഞാൻ വിചാരിച്ച പോലെ അല്ല സുമ. സുമയ്ക്ക് ഇനിയൊരു വിവാഹം വേണ്ടെന്ന്. അത് ജോസ് ആണെങ്കിൽ പോലും. പിന്നെ അച്ഛൻ
എന്താണ് സുധാരനാർ അറിയോ? എന്താ അങ്ങനെ വീണേ? അല്ല, ഞങ്ങളെയൊക്കെ മറന്നു തോന്നി. അച്ഛൻ വരണമെന്ന് പറഞ്ഞിട്ട് മോളെന്താ എയർപോർട്ടിൽ വരാഞ്ഞത്? ക്ലാസ് ഉണ്ടായിരുന്നു. ഓഹോ, വെരി ഗുഡ്. ക്ലോസ് വരൂ, പോവാം. മോള് ചെല്ലു, അച്ഛൻ വരാം. നിങ്ങൾ പോയിക്കോളൂ, സ്കൂട്ടർ അവിടെ ഇരുന്നോട്ടെ. സുധാരനാർക്ക് ഗാർഡനിൽ ഇത്തിരി കമ്പുണ്ടല്ലേ? അച്ഛൻ പറഞ്ഞു ഇപ്പൊ അമ്മൂനും പാർന്നിട്ടുണ്ടെന്ന്. അവൾക്ക് ഇങ്ങനെ സോഫ്റ്റ് ഫീലിങ്സ് ഒന്നും ഇല്ലാത്തതാണ്. വാശി, ദേഷ്യം, മൂക്കത്തായിരുന്നു ചുണ്ടി. അമ്മയില്ലാത്ത കുട്ടിയായതുകൊണ്ട് ഒക്കെ സമ്മതിച്ചു കൊടുത്തു. ഇപ്പോ അവൾക്ക് എന്നെ മനസ്സിലാവണില്ല. ഓഫ് കോഴ്സ് എന്റെ ഭാഗത്തും ചില പ്രശ്നങ്ങളുണ്ട്. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഐ വാസ് റൈറ്റ്. 35 വയസ്സിൽ ഭാര്യ നഷ്ടപ്പെട്ട ആളായാൻ. ഞങ്ങളുടെ ലൈഫും അത്ര സുഖകരമായിരുന്നില്ല. സംശയക്കാരിയ ഒരു ഭാര്യ, അതും അമേരിക്കൻ ലൈഫിൽ. ഐ തിങ്ക് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഞാനായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന ഒരു അമേരിക്കൻ ലേഡി ഉണ്ട്. വേണമായിരുന്നെങ്കിൽ എനിക്കവരെ മാരേജ് ചെയ്യാമായിരുന്നു. ഐ മീൻ ലീഗലി. ഞാനത് വേണ്ടാന്ന് വെച്ചത് ഇവളാലോചിച്ചിട്ടാ. ഇപ്പൊ ആ സ്ത്രീയിൽ എനിക്കൊരു കുട്ടിയുണ്ട്. ആൻഡ് ഐ ആം ഹാപ്പി ദെയർ. എന്റെ മകൾ എന്നെ ഒരു മനുഷ്യനായിട്ടോട് കാണണ്ട മിസ്റ്റർ നായർ. സുധാകരന് ബോറടിക്കുന്നുണ്ടോ? എന്തിനാണ് ഞാനിതൊക്കെ പറയുന്നതെന്ന് സുധാകരന് ഊഹിക്കാൻ കഴിയും ഇല്ലേ? നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ആഫ്റ്റർ ഓൾ വി ആർ ഓൾ ഹ്യൂമൻ ബീയിങ്സ്. സംഭവിക്കാവുന്നതാണ്. പക്ഷേ എന്റെ മകൾ എനിക്ക് വിട്ടുതരണം. ഇറ്റ്സ് എ റിക്വസ്റ്റ്. അവളെ പിടിച്ചെടുക്കരുത്. ഏട്ടാ, തളർന്നു പോരുത്. എല്ലാവർക്കും അവരവരുടെ ദുഃഖങ്ങളുണ്ട്. ഏട്ടൻ ഇനിയെങ്കിലും പഠിക്കണം. സ്വന്തം ദുഃഖങ്ങളേക്കാൾ വലുതല്ല മറ്റുള്ളവരുടെ. എനിക്ക് വിശ്വാസമാവണില്ല. ഞാൻ വീണ്ടും ചതിക്കുമെന്ന് കരുതിയോ? പോകാം. നാണുണ്ടോ ഏട്ടന്? ഒരു അലവലാതി ക്രിസ്ത്യാനി ചെക്കന്റെ കൂടെ പെങ്ങളെയും കൂട്ടിവിട്ട് നിങ്ങളെ തെണ്ടിത്തരാ കാട്ടി. ഇതിലും ഭേദം ചത്തൂടെ? അത് ഞങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ട് പോയതാണോ അവള്? പറയട്ടെ, അറിഞ്ഞില്ല എന്ന് പറയട്ടെ. തലേന്ന് ഭാരം ഒഴിക്കണം. എന്നിട്ട് വേണം ആ കൊച്ചു പെണ്ണും കൂടെ ഇവിടെ സൂചിച്ച് ജീവിക്കാൻ. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? ഇനി എങ്ങനെ ജീവിക്കൂ നാട്ടില്? ഞങ്ങളുടെയൊക്കെ മുഖത്ത് ഇങ്ങനെ കരിവാരി തേക്കണോടാ? മതിയടി, മാനക്കേട് എല്ലാവർക്കും ഉണ്ട്. എന്തിനാ എല്ലാരും കൂടി എന്റെ മോന്റെ മേക്കട്ട് കയറണ? പറഞ്ഞാണ് ഞങ്ങളന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, സൂക്ഷിക്കണമെന്ന്. പ്രേമം തലയ്ക്ക് പിടിച്ചിരിക്കുമ്പോ അത് വല്ലതും കേറോ? ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടുണ്ടാവും. ക്രിസ്ത്യാനിയോ മാപ്പിളയോ ചാത്തനോ പോത്തനോ ആരും വന്ന് കയറിയാലും കുഴപ്പമില്ല. നിർത്ത്. അറിഞ്ഞോണ്ടാ, എല്ലാം അറിഞ്ഞോണ്ട് തന്നെയാ. ആരാ ചോദിക്കാൻ? എന്റെ ഈ പെങ്ങൾ തന്നെ അവള്. ഇന്നേ നീ ഓർത്തുള്ളൂ. 5-6 മാസമായിട്ട് അവൾ ഇവിടെ ഉണ്ടല്ലോ. ചത്തോ ജീവിച്ചോ എന്നറിയാൻ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ നീ? ഇതുവരെ എവിടെ ആയിരുന്നു എല്ലാരും? ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടും കൂടും ഉണ്ട് ഉണ്ടല്ലോ. അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ചാൽ മതി. ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഈ മാനക്കേട് ഞാൻ ചുമന്നോളാം. അല്ല,
സുധാകരൻ ആ പറഞ്ഞ ന്യായമല്ല. പിന്നെന്താ ന്യായം? 5-6 കൊല്ലായിട്ട് ഞാൻ ഇവിടെ ഉണ്ട്. അനിയന് വേട്ടത്തിലുള്ളതായിട്ട് എനിക്കറിയില്ല. പിന്നെ ഞാനൊരു പെണ്ണിനെ സ്നേഹിച്ചു. അതിലെന്താ കുഴപ്പം? ഇവൻ പ്രേമിച്ചല്ലേ കെട്ടിയത്? കെട്ടുതാലി വരെ ഞാൻ വാങ്ങിക്കൊടുത്തിട്ടാണ് നടത്തിയത്. എനിക്ക് നിങ്ങളുടെ ആരുടെയും സപ്പോർട്ട് വേണ്ട. എന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഗുണത്തിനും ദോഷത്തിനും നിങ്ങളുടെ ആരുടെയും മുന്നിൽ ഞാൻ വരില്ല. പോരെ? അയ്യോ മതി മതി മോള് വീഴും. ഇല്ല, മതി മതി. ഇങ്ങനൊരു പേടിത്തൊണ്ടി മോൾക്ക് പേടില്ല അല്ലേ? മോള് വാ, ഇനി ഞാനും മോളാടാം. ഇനി ഞങ്ങളൊന്ന് ആട്ട് കാണട്ടെ. ഊഞ്ഞാലാവൂ. സുധാരേട്ടൻ എന്തത്? എന്നോട് ക്ഷമിക്കണം. ഏട്ടനൊരു വിഷമമില്ല നിന്നോട്. നീ സന്തോഷമായിട്ടിരുന്നാ മതി. ഏട്ടന്റെ ജീവിതത്തിൽ ഒരു വിലങ്ങ് തടി ആവരുതെന്ന് വിചാരിച്ചുള്ളൂ ഞാൻ പോരുമ്പോ. പക്ഷെ ഇപ്പൊ ഞാൻ ജീവിക്കട്ടെ ഇവിടെ. മതി ഏട്ടൻ, അത് മതി. ഇത് കുറച്ച് കാശ ഏട്ടൻ ബാങ്കിലിട്ടിരുന്നതാ. എനിക്കെന്തിനാ കാശ്? ഞാൻ വാങ്ങില്ല. വാങ്ങണം, എന്നാലേ ഏട്ടന് സമാധാനം. അകത്തേക്ക് വന്നൂടെ? ഇപ്പൊ വേണ്ട, പിന്നെ അവിടെ വരാം. ഏട്ടാ എന്തോ ഒന്നും അറിയില്ല. ഏട്ടൻ തോറ്റു കൊടുക്കരുത്. ആ കുട്ടി അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. ഉം. ഒന്ന് കാണാനോ എന്താണ് അവസ്ഥ എന്നറിയാനോ കഴിയണില്ല. ഗോപാലേട്ടനൊന്ന് പോയി അന്വേഷിക്കോ? ഞാൻ പോയാ എന്നെ അനുവദിക്കുവര്? പിന്നെന്താ ചെയ്യാ? രണ്ടിലൊന്ന് ഇപ്പൊ തീരുമാനിക്കണം. ഒന്നുകിൽ മറക്കുക, അല്ലെങ്കിൽ റെഡിയായിട്ടൊന്ന് വിളിച്ചിറക്കി കൊണ്ടുവരിക. ഞാൻ റെഡി. എന്താ? ഓർമ്മയുണ്ടോ എന്നെ? ഡോക്ടർ രാമോഹനല്ലേ? ഞാൻ വന്നിട്ട് 2-3 മണിക്കൂറായി. വെയിറ്റ് ചെയ്യായിരുന്നു. വേണ്ട, ഞാൻ വന്നത് അറിയാം. എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങൾക്ക് സംസാരിക്കാനുള്ളതൊക്കെ ആ കുട്ടിയോട് പറയാ. പറഞ്ഞു. ഞങ്ങൾ ഓരോരുത്തർ മാറി മാറി പറഞ്ഞു. അവൾ വഴങ്ങുന്നില്ല. എങ്ങനെ ഇത്ര ചുരുങ്ങിയ നാളുകൊണ്ട് അവൾ സ്നേഹം മുഴുവൻ നിങ്ങൾ നേടിയത്? കൺഗ്രാറ്റ്സ്. ഞാനാരെയും വശീകരിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഒതുങ്ങി ജീവിക്കുന്ന ഒരാളാ. എന്നെ വിളിച്ചുണർത്തിയിട്ട് ഞാനൊരു മനുഷ്യൻ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താൻ വന്നതല്ല. നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്ന് പറയാം. അതുകൊണ്ട് ഇവിടെ വരാൻ ധൈര്യപ്പെട്ട് തന്നെ. ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ. വെറും 3-4 മാസം ഉള്ളൂ. പക്ഷേ എന്റെ സ്നേഹവും മനസ്സും എനിക്കറിയില്ല. ഞാൻ അത്രമാത്രം സ്നേഹിച്ചു പോയി. പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾക്ക്. മനസ്സിലാവും, ശരിക്കും മനസ്സിലായി. പക്ഷേ ഓർമ്മ വെച്ച നാൾ മുതൽ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയ എന്നെ നിങ്ങൾക്ക് മനസ്സിലാവോ? മനസ്സിലാവും, ഐ ഹോപ്പ്. പക്ഷേ അവൾക്കത് മനസ്സിലാവുന്നില്ല. അവൾ പറയുന്നത് അമേരിക്കയിലേക്ക് പോകാനുള്ള ഒരു ഗ്രീൻ കാർഡ് മാത്രമായിട്ടാ ഞാൻ അവളെ കാണുന്നതെന്നാ. അല്ല, സ്റ്റേറ്റ്സിൽ പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഏതൊരു ഡോക്ടർ അംബീഷനാ. അല്ലാതെ ഇതൊന്നും എന്നോട് പറയണ്ട. ഓക്കെ, ഇനി ഞാനൊന്നും പറയുന്നില്ല. നിങ്ങളോടുള്ള സ്നേഹം അവളുടെ വെറും ഫ്രസ്ട്രേഷൻ മാത്ര. അമ്മാവനോട് എന്നോടൊക്കെയുള്ള പരിഭവം, പ്രതികാരത്തിന്റെ സുഖം കഴിയുമ്പോ അവളുടെ മുമ്പിൽ നിങ്ങൾ ആരാണെന്നറിയോ? വെറും ഹാൻഡിക്യാപ്ഡ് എക്സ് സർവീസ്മാൻ. നിങ്ങൾ ഈ പറയുന്ന സ്നേഹമുണ്ടല്ലോ, വെറും പഴത്തൊലി പോലെ അവൾ വലിച്ചെറിയും. ബെസ്റ്റ് ഓഫ് ലക്ക്. മോൾക്ക് അച്ഛന്റെ കൂടെ വരാൻ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. അച്ഛൻ നിർബന്ധിക്കുന്നില്ല. പിന്നെ അവളെ കൊണ്ടുപോകണം. ഇനി ഇവിടെ നിർത്താൻ ഞാൻ സമ്മതിക്കില്ല. വേണ്ട അച്ഛാ, എല്ലാം അവസാനിപ്പിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം. അതാ നല്ലത്. അച്ഛൻ എല്ലാത്തിനും വരുന്ന നീയാ. അതിന്റെ മോള് മനസ്സിലാക്കുക. മോള് പറയണ്ട. ഒരു തെറ്റൊക്കെ എല്ലാ പെൺകുട്ടികൾക്കും പറ്റും.
അത് മനസ്സിലാക്കുക. മോഹനോടൊന്ന് ചോദിച്ചിട്ട് പോരടാ. മോഹനും അതന്നെ പറയണേ. എല്ലാരും ഇനി നാട്ടിൽ ജീവിക്കുക. അവനും ഇവിടെ തന്നെ പ്രാക്ടീസ് ചെയ്താൽ മതിയെന്നാ ഇപ്പൊ. ഒരു ദുർവാശിക്ക് വേണ്ടി വെറുതെ എല്ലാവരുടെയും ലൈഫ് കളയണം എന്തിനാ? ദുർവാശി എന്ന് പറഞ്ഞ് തള്ളി കളഞ്ഞാൽ ശരിയാവില്ല. അവളുടെ മനസ്സ് നമ്മൾ കണ്ടിട്ടില്ല. എന്റെ ഭാഗത്താണ് തെറ്റ്. ഞാനെല്ലാം സെൽഫിഷായി. അമ്മാമേ, അയാൾ വന്നിട്ടുണ്ട്. ആര്? സുധാരൻ നായർ. അയാൾക്ക് ഇന്ദുവിനോട് സംസാരിക്കണം. സംസാരിക്കണമെന്നോ? അടിച്ചിറക്കടാ അവനെ. അച്ഛൻ ഇങ്ങനെ ക്ഷോഭിക്കല്ലേ? അയാൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ചെല്ല്, ചെന്ന് സംസാരിക്കേ. മോഹൻ, നീ ചെല്ലുകൂടെ. എന്തിന്? അയാൾ കുത്തിക്കൊണ്ട് പറന്നു പോകുന്നില്ല. സംസാരിക്കട്ടെ. എനിക്ക് പറ്റില്ല ഇതിനൊന്ന് കൂട്ടുവെക്കാൻ. മോഹൻ, മുത്തച്ഛനെ വിളിക്കേ. വെറുതെ അയാളോട് എന്തെങ്കിലും പറയണ്ട. മൂന്നാല് ദിവസം കൊണ്ട് കുട്ടി വല്ലാണ്ടായിപ്പോയല്ലോ. കരയണ്ട. ഞാൻ പറഞ്ഞത് സമാധാനമായിട്ട് കേൾക്കണം. എന്തിനാ കരയണേ? നമ്മളെ ഓർത്ത് എത്ര പേരാ ദുഃഖിക്കണേ. നമ്മളൊക്കെ മനുഷ്യരാ. ചിലപ്പോ തെറ്റ് പറ്റും, അറിഞ്ഞും അറിയാതെ. തെറ്റാണെന്ന് തോന്നുമ്പോ തിരുത്താൻ നോക്കുക. അത്രേ ചെയ്യാൻ പറ്റൂ. ഞാനെപ്പോഴും വരാൻ തയ്യാറാ. എന്നെ കൊണ്ടുപോകെ. എന്നിട്ട് ഒരു ഹാൻഡിക്യാപ്ഡ് എക്സ് സർവീസ്മാന്റെ കൂടെ ഓരോന്നിനും ഓരോ യോഗണ്ട്, ചേർച്ചുണ്ട്. ഈ കാക്കയുടെ കൂട്ടിൽ കുയില് മുട്ടറിന് കേട്ടിട്ടില്ലേ? വിരിഞ്ഞു കുഞ്ഞാവണവരെ കാക്ക കരുതണ എന്താ? എന്റെ കുട്ടി. എന്നാ കാക്കയ്ക്ക് അറിയാഞ്ഞിട്ടാണോ? അല്ല, വളരുമ്പോ കുയിലിനെ പോലെ കൂന്നും പറന്നു പോകുന്നൊക്കെ അറിയാം. അതിന് വിഷമിച്ചിട്ട് കാര്യമില്ല. അച്ഛനും ഡോക്ടർ രാമോഹനും ഒക്കെ എന്നോട് സംസാരിച്ചു. ആലോചിച്ചപ്പോ അവര് പറഞ്ഞത് വളരെ ശരിയാ. തെറ്റുപറ്റിയത് നമുക്കാ. അമ്മന്തോ കുട്ടി തന്നെയാ. തെറ്റുപറ്റും. ഞാനതാണോ? നന്ദികേടാ കാട്ടിയത്. ഇപ്പോ എനിക്ക് എന്നോട് ദേഷ്യം തോന്നാ. എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല. നമ്മുടെ തെറ്റുകള് നമ്മളെക്കാൾ വേഗത്തിൽ മനസ്സിലാകും മറ്റുള്ളവർക്കാ. നമുക്കത് ഏറ്റവും അവസാനം മനസ്സിലാവൂ. ഓരോ ജന്മത്തിലും നമുക്ക് ഓരോ വിധിയാ. ഈ ജന്മത്തില് മുല്ലശ്ശേരിയിലെ കുട്ടിയായിട്ട് ജനിച്ച് ഡോക്ടർ രാമോഹന്റെ ഭാര്യയായിട്ട് നല്ല അന്തസ്സും ബഹുമാനവും ഒക്കെ കിട്ടി സൗഭാഗ്യവതിയായിട്ട് കഴിയാനാ കുട്ടിയുടെ വിധി. എന്റെ ആണെങ്കിലോ ഓരോ മുട്ട വിരിഞ്ഞും കുരുകൾ പറന്നു പോണ കാണുക, കുറെ പൂക്കൾ വളർത്തുക, അതിന്റെ കാവൽക്കാരനായിട്ട് സുഖമായിട്ട് കഴിയാ. തലയിൽ വരച്ചിട്ടുണ്ടേ. അടുത്ത ജന്മത്തില് ഒരു കുതിരയൊക്കെ വാങ്ങി ഒരു മന്ത്രികുമാരനെ പോലെ വന്ന് രാജകുമാരിയെ രക്ഷിച്ചിട്ട് പോകും. ആ ജന്മത്തേക്ക് ഓർത്തു വെക്കാൻ ഞാനൊരു സമ്മാനം തരാം. ഇത് വാങ്ങ. ഇത് എന്റെ മനസ്സാണ്. ഇതിന്റെ എതളുകൾ കൊഴിഞ്ഞു പോവും എന്റെ ജീവിതം പോലെ. പക്ഷേ ഈ ഓർമ്മ ഉണ്ടല്ലോ, അതുണ്ടാവണം അടുത്ത ജന്മത്തേക്ക്. Ha ha ha!